തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തിരക്കിലാണ്. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്നും ഒരു പ്രമുഖ കൗൺസിലർ രാജിവെച്ച വാർത്തയാണ് തൃശൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിലെ കുരിയച്ചിറ ഡിവിഷൻ കൗൺസിലറായിരുന്ന നിമ്മി റപ്പായിയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയത്. വർഷങ്ങളായി കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കുകയും കൗൺസിലർ എന്ന നിലയിൽ മികച്ച ജനസമ്മതി നേടുകയും ചെയ്ത നിമ്മി റപ്പായിയുടെ രാജി കോർപ്പറേഷനിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാണ്. അവസാന നിമിഷം വരെയും തനിക്ക് സീറ്റ് ഉറപ്പ് നൽകിയിരുന്ന പാർട്ടി നേതൃത്വം താൻ അർഹിച്ച അംഗീകാരം നൽകാതെ ചതിച്ചുവെന്നാണ് നിമ്മി റപ്പായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. യോഗ്യതയുള്ള വിജയ സാധ്യതയുള്ള എന്നെ ഒഴിവാക്കി പാർട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. നിമ്മി റപ്പായുടെ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശക്തമായ ആരോപണമാണ്. പ്രാദേശിക തലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നവരെ അവഗണിച്ച് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി പുറത്തുനിന്നും ആളുകളെ കൊണ്ടുവരുന്ന രീതിക്കെതിരെയാണ് അവരുടെ പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷനിലെ കുരിയച്ചിറ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന നിമ്മി റപ്പായി താൻ 5 വർഷക്കാലം ജനങ്ങൾക്കിടയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും കൗൺസിലർ എന്ന നിലയിൽ നേടിയെടുത്ത സ്വാധീനവുമാണ് തന്റെ പ്രധാന യോഗ്യതയെ എടുത്തു പറഞ്ഞത്. എന്നാൽ ഈ അനുഭവ സമ്പത്ത് കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചില്ല. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും വ്യക്തിഗത താല്പര്യങ്ങളുമാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സമായതെന്നാണ് നിമ്മി റപ്പായിയുടെ വിമർശനം.